ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമ വന്ദന ശ്ലോകം 16. പരമം യോ മഹത്തേജഃ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം. പരമം യോ മഹത്തേജ പരമം യോ മഹത്തപഃ പരമം യോ മഹത് ബ്രഹ്മ പരമം യഃ പരായണം. ഏറ്റവും ഉത്കൃഷ്ടമായ മഹത്തായ തേജസ്സായിരിക്കുന്ന, മഹത്തായ തപസ്സായിരിക്കുന്ന, മഹത്തായ ബ്രഹ്മമായിരിക്കുന്ന, ഇവിടെയെല്ലാം നിയന്ത്രിക്കുന്ന ആ മഹാവിഷ്ണു ഭഗവാനാണ് എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനം എന്നാണ് പിതാമഹൻ പറയുന്നത്. ഭാവാർത്ഥം: ഈശ്വരൻ എന്നത് തേജസ്സാണെന്ന് പിതാമഹൻ ഇവിടെ വിവരിക്കുന്നു. ജീവജാലങ്ങളിലെല്ലാം ഈ തേജസ് കുടികൊള്ളുന്നു. അതാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. ആ ആത്മാവ് വിട്ടകലുമ്പോൾ ആണ് സത്ത് പോയി എന്ന് പറഞ്ഞ് കാലക്രമത്തിൽ അത് ചത്തുപോയി എന്നായി മാറിയതാണ്. നമ്മൾ എല്ലാവരും ആ ഭഗവാന്റെ മക്കൾ തന്നെയാണ് എന്ന് ഭീഷ്മപിതാമഹൻ പറയുന്നു. ഒരു പാർട്ടി കാലക്രമത്തിൽ പലതായി പിരിയുന്നത് പോലെ തന്നെയാണ് ജാതി ആചാരക്രമങ്ങളും വന്നു ചേർന്നത്. വർഷാവർഷം ഹജ്ജിന് പോകുന്ന ആളുകൾ ആരാധിക്കുന്നത് ശിവലിംഗം തന്നെയാണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം. കലികാലത്ത് നാമജപമാണ് മഹത്തായ തപസ്. വാസന മാറാതെ സന്യാസത്തിലേക്ക് പോകാൻ ഒരാളിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനസ്സ് കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി നിർത്തി വീട്ടിൽ തന്നെ സന്യാസ തുല്യമായ ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ് പിതാമഹൻ ഉപദേശിക്കുന്നത്. സന്യാസ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ത്യാഗങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. എവിടെയാണോ കിട്ടുന്നത് അവിടെ കിടക്കേണ്ടി വരും. എന്താണോ കിട്ടുന്നത് അത് കഴിക്കേണ്ടി വരും. ഈശ്വരൻ മാത്രമായിരിക്കും സന്യാസിയുടെ ഏക ആശ്രയം. അല്ലാതെ തിരുനാമം ജപിക്കുന്നത് കൊണ്ട് സന്യാസിയായി തീരും എന്ന് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.